ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. സെപ്റ്റംബർ 20 അതായത് മറ്റന്നാൾ നടക്കുന്ന LGS ലെവലിലുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരെ? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം എന്ത്? ഓപ്ഷൻ ബി അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം അയ്യപ്പൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത് വാർഷികമാണ് 2019 ആചരിച്ചത്? ഓപ്ഷൻ എ 100. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? ഓപ്ഷൻ ബി 12. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 12 പേരെ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ഓപ്ഷൻ സി സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സമുദ്രഗുപ്തൻ. SNDP രൂപീകരിക്കപ്പെട്ട വർഷമേത്? ഓപ്ഷൻ ഡി 1903. SNDP രൂപീകരിക്കപ്പെട്ട വർഷം 1903. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ എ ഹരിയാന. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏത്? ഓപ്ഷൻ എ ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ്. കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ സി ഇടുക്കി. കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി. ബൈജൂസ് ലേണിംഗ് ആപ്പിൻ്റെ കേരള ബ്രാൻഡ് അംബാസിഡർ ആര്? ഓപ്ഷൻ ഡി മോഹൻലാൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി? ഓപ്ഷൻ എ കൈത്താങ് പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി കൈത്താങ് പദ്ധതി. 2019 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? ഓപ്ഷൻ ബി 150. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്ത്? ഓപ്ഷൻ സി എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമേത്? ഓപ്ഷൻ എ 1925. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ഓപ്ഷൻ സി ചരൺ സിംഗ്. ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നത് ചരൺ സിംഗ്. ത്രിപുരയുടെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ സി അഗർത്തല. ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വൈക്കം മുഹമ്മദ് ബഷീർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? ഓപ്ഷൻ ബി 1888. ശ്രീനാരായണ ഗുരു
അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 2018 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി ജയസൂര്യ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പട്ടണമേത്? ഓപ്ഷൻ ഡി ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പട്ടണം ആലപ്പുഴ. ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻ ബി അശ്വഘോഷൻ. ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അശ്വഘോഷൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആര്? ഓപ്ഷൻ സി ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ എ രാജഗൃഹം. ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എവിടെ വച്ചാണ്? രാജഗൃഹം. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയ് ആര്? ഓപ്ഷൻ ബി കഴ്സൺ പ്രഭു. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭു. 1857 കലാപം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ മീററ്റ്. 1857 കലാപം ആരംഭിച്ചത് എവിടെ? മീററ്റ്. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. 2018 സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി? ഓപ്ഷൻ ബി കെ ശിവാറെഡ്ഡി. 2023 സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി പ്രഭാവർമ്മയാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചോണം. 2023 സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി പ്രഭാവർമ്മ. എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്. എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത് ലാലാ ലജ്പത് റായ്. പ്രസിദ്ധമായ പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി വയനാട്. പ്രസിദ്ധമായ പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? വയനാട്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. 2019 ഏപ്രിൽ 15 തീപിടുത്തത്തിൽ നശിച്ച നോത്രാദാം പള്ളി ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ഫ്രാൻസ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ഡി എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എം എസ് സ്വാമിനാഥൻ. മൂലധനം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ഡി കാൾ മാർക്സ്. മൂലധനം എന്ന കൃതി രചിച്ചത് കാൾ മാർക്സ്. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി അമേരിക്ക. മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അമേരിക്കയിൽ നിന്ന്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ എ മൗണ്ട് കെ2. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ ബി യമുന. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ ഡി ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ബാരോമീറ്റർ. പഴയ എക്കൽ മണ്ണ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി പങ്കർ. പഴയ എക്കൽ മണ്ണ് ഏതു പേരിൽ അറിയപ്പെടുന്നു? പങ്കർ. മഗധ ഭരിച്ച സുംഗവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? ഓപ്ഷൻ എ ബ്രാഹ്മണർ. ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി വിദ്യാഭ്യാസം.
ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? വിദ്യാഭ്യാസം. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഔറംഗസീബ്. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഔറംഗസീബ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോൾ? ഓപ്ഷൻ എ 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോൾ? 1949 ജൂലൈ 1. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 24. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 24. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല? ഓപ്ഷൻ ബി കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം? ഓപ്ഷൻ എ ജീവകം സി. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം സി. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ഒഡീഷ. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? ഓപ്ഷൻ സി ഗവർണർ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ഗവർണറാണ്. ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ? ഓപ്ഷൻ ഡി മലയാളം. ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം. ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി യമുന. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? ഓപ്ഷൻ സി തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം? ഓപ്ഷൻ എ ശുക്രൻ. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി? ഓപ്ഷൻ എ കോങ്കോ. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി കോങ്കോ. മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം? ഓപ്ഷൻ ബി 1983. മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം 1983. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില? ഓപ്ഷൻ ബി 15 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി സിക്കിം. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം സിക്കിം. 1ാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി? ഓപ്ഷൻ ഡി കെ സി ജോർജ്. 1ാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി കെ സി ജോർജ്. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം? ഓപ്ഷൻ സി ചെമ്മീൻ. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ചെമ്മീൻ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏത്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ദീർഘചതുരാകൃതി അല്ലാത്ത ദേശീയ പതാകയുള്ള ഏക രാജ്യം? ഓപ്ഷൻ ബി നേപ്പാൾ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം? ഓപ്ഷൻ ബി ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം? ഇത് 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതനുസരിച്ച് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്നാൽ ഇപ്പോൾ ലോകസഭയിലേക്ക് രാഷ്ട്രപതി ആരെയും നാമനിർദ്ദേശം ചെയ്യുന്നില്ല. അത് 104ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കി. അതായത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെയാണ് ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്നത്. അത് 104ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ 20ാമത്തെ ചോദ്യം വാലിഡ് അല്ല. ഓക്കെ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി എ കെ ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എ കെ ഗോപാലൻ. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? ഓപ്ഷൻ സി ദേവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം.
താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം? ഓപ്ഷൻ ബി മാംസം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം മാംസം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത്? ഓപ്ഷൻ എ KM മാണി. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം? ഓപ്ഷൻ സി നാസിക്. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം നാസിക്. തമിഴ്നാട് മുഖ്യമന്ത്രി? ഓപ്ഷൻ സി MK സ്റ്റാലിൻ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. റിസർവ് ബാങ്ക് ഗവർണർ? ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ്? ഓപ്ഷൻ സി M മുകുന്ദൻ. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ് M മുകുന്ദൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് U ഷറഫലിയാണ്. U ഷറഫലി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് U ഷറഫലിയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2019 അനുസരിച്ചാണ്. അതല്ല, ഇപ്പോഴത്തെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് U ഷറഫലി. ഓർത്തു വച്ചോണം. ഇന്ത്യയുടെ ആദ്യ ലോകപാൽ അധ്യക്ഷൻ? ഓപ്ഷൻ ബി പിനാകി ചന്ദ്രഘോഷ്. ഇന്ത്യയുടെ ആദ്യ ലോകപാൽ അധ്യക്ഷൻ പിനാകി ചന്ദ്രഘോഷ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. ഓർത്തു വെച്ചോണം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. 2018 മികച്ച സംസ്ഥാന ചലച്ചിത്ര നടി? ഓപ്ഷൻ ബി നിമിഷ സജയൻ. കേന്ദ്ര ധനകാര്യമന്ത്രി? ഓപ്ഷൻ എ നിർമ്മല സീതാറാം. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം. ഇന്ത്യയിലെ 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ? ഓപ്ഷൻ ബി YV റെഡ്ഡി. ഇപ്പോൾ ഇന്ത്യയിൽ 16ാമത് ധനകാര്യ കമ്മീഷനാണുള്ളത്. അതിൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഇന്ത്യയുടെ 16ാമത്, അതായത് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, അതായത് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. സമത്വ സമാജം രൂപീകരിച്ചത്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം? ഓപ്ഷൻ എ 1911. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1911. ചട്ടമ്പിസ്വാമികൾ സമാധിയായ സ്ഥലം? ഓപ്ഷൻ സി പന്മന. ചട്ടമ്പിസ്വാമികൾ സമാധിയായ സ്ഥലം പന്മന. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 4. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി 4 വർഷമാണ്. UAEയുടെ പരമോന്നത ബഹുമതിയായ സായിദ് മെഡലിന് അർഹനാകുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ ബി നരേന്ദ്രമോദി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഓപ്ഷൻ സി K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി K കേളപ്പൻ. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയത് ഡോക്ടർ പൽപ്പു. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ? ഓപ്ഷൻ ബി IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ IC ചാക്കോ.
പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി ഇരവിപേരൂർ. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. 1888 നടന്ന ചരിത്രപ്രസിദ്ധമായ സംഭവം ഓപ്ഷൻ ഡി അരുവിപ്പുറം പ്രതിഷ്ഠ. 1888 നടന്ന ചരിത്രപ്രസിദ്ധമായ സംഭവം അരുവിപ്പുറം പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ്. സെന്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഹൃദയം. സെന്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം ഓപ്ഷൻ എ അമേരിക്ക. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്ക. അയിത്ത ആചാരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം. അയിത്ത ആചാരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ ആരും മറക്കരുത്, കമൻറ്റ് ബോക്സിലുള്ള 5 ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.